എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ അല്ല, അതിന് പകരം കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി മുതൽ നമ്മുടെ ചാനലിൻ്റെ പേര് നമ്മളൊന്ന് മാറ്റുവാണ്. കൊല്ലാറയിൽ കിച്ചണിന് പകരം കൊല്ലാറയിൽ ഫുഡ് ആൻഡ് ഫാമിംഗ് എന്നാക്കുവാണ്. അപ്പോൾ ഇതിനകത്ത് കുക്കിംഗ് വീഡിയോസിനോടൊപ്പം തന്നെ ഫിഷ് ഫാമിംഗ് വീഡിയോസ് കൂടെ ഉണ്ടാവും. അപ്പോൾ ഇനി മുതൽ എൻ്റെ കൂടെ വീഡിയോ ചെയ്യാൻ ഒരാൾ കൂടി ഉണ്ടാവും. എൻ്റെ ഹസ്ബൻഡാണ്. ഇനി മുതലല്ല, നേരത്തെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നണിയിലാണെന്നല്ലോ, ഇനി മുതലൊന്നുമില്ല. സോറി, ഫ്രണ്ടിലേക്ക് വരികയാണ്. അതെ, ഞാൻ മുന്നണിയിലേക്ക് വരികയാണ്. ഇതുവരെ പിന്നണിയിലായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫാമിംഗ് കൂടെ ഉൾപ്പെടുത്തി, അതായത് ബയോഫ്ലോക്ക് ഫാമിംഗ്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ബയോഫ്ലോക്കിനെ പറ്റി. അപ്പോൾ അതൊരു ടെക്നോളജി ബേസ്ഡ് ഫിഷ് ഫാമിംഗ് ആണ്. കൂടുതൽ ഡെൻസിറ്റിയിൽ സാധനം ഫിഷിനെ വളർത്താം എന്നുള്ളതാണ് ഹൈ ഡെൻസിറ്റി ഫാമിംഗ് ആണ്. അപ്പോൾ അതിനെപ്പറ്റി ആണ് ഇനിയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ഇനിയുള്ള വീഡിയോസ് അല്ല, ഇത് ഉണ്ടാവും, കിച്ചണിൻ്റെ വീഡിയോസ് ഉണ്ടാവും, ഫുഡിൻ്റെ വീഡിയോസ് ഉണ്ടാവും, ഫാമിങ്ങിൻ്റെ വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ കൊല്ലാറയിൽ കിച്ചൺ എന്നുള്ളത് കൊല്ലാറയിൽ ഫുഡ് ആൻഡ് ഫാമിംഗ് എന്നാക്കുകയാണ്. അപ്പോൾ ഈ മുതൽ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോയും പിന്നെ ബയോഫ്ലോക്കിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പം ഇത് പറയാനാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്നത്. അപ്പം എല്ലാവരും ഇത്രയും നാൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതുപോലെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പം ഇത് പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൊല്ലാറയിൽ ഫുഡ് ആൻഡ് ഫാമിംഗ് എന്നാണ് അതിൻ്റെ പേര് നിങ്ങൾ അറിയപ്പെടുക. അപ്പം അതിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിൽ ഒരുപാട് ഫാമേഴ്സിന് ഇത് ഉപകാരപ്പെടുന്ന വീഡിയോസ് ആയിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത്. അത് സ്റ്റാർട്ട് നിലനിൽക്കൽ മുതൽ വിളവെടുപ്പ് വരെ അതാണ് എൻ്റെ പ്ലാൻ ഈ ബയോഫ്ലോക്കിനെ പറ്റി. അപ്പോൾ ആദ്യത്തെ വീഡിയോ ഇതിനോടൊപ്പം തന്നെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ തുടർന്ന് ഒരുപാട് എല്ലാ ദിവസവും വീഡിയോസ് എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതാണ്. കാര്യം അതിൻ്റെ വാട്ടർ പാരാമീറ്റേഴ്സ് ചെക്കിങ് ഉൾപ്പെടെ എല്ലാ ഡീറ്റെയിൽസ്, ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വിശദീകരിച്ച് തരുന്ന രീതിയിലാണ് അതിൻ്റെ അവതരണം. അത് കാരണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കമൻറ്റാണ് തീർച്ചയായിട്ടും ആവശ്യമുള്ള സാധനമാണ്. കമൻറ്റ്സ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇനി ഞാൻ അവതരിപ്പിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതും നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക. അപ്പോൾ ഇതൊക്കെ പറയാൻ വേണ്ടിയായിരുന്നു ഈ വീഡിയോ. അപ്പം നിങ്ങൾ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇതിൻ്റെ ബയോഫ്ലോക്കിൻ്റെ സ്റ്റാർട്ടിങ് വീഡിയോസിലേക്ക് നമ്മൾ പോലെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ ബയോഫ്ലോക്ക്. കാണാം. അപ്പോൾ എന്താണ് ബയോഫ്ലോക്ക് എന്നതിനെപ്പറ്റി എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. എന്താണ് ബയോഫ്ലോക്ക്? ബയോ എന്ന് പറഞ്ഞാൽ ജീവനുള്ളത് എന്നാണ്, അല്ലേ? ബയോ ജീവനുള്ള ഒരു കൂട്ടം. ഇതിൻ്റെ ഒരു കൂട്ടത്തെയാണ് ഫ്ലോക്ക് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജീവനുള്ള കൂട്ടം എന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും പറയാം. ഇസ്രയേലി ശാസ്ത്രജ്ഞന്മാരാണ് ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്തത്. അവിടെ നിന്നാണ് നമ്മൾ പഠിച്ചത്, ഇന്ത്യക്കാർ പഠിച്ചത്. ഏകദേശം ഇന്ത്യയിലെത്തിയിട്ട് ഇപ്പം 2-3 വർഷമായി വ്യാപകമായിട്ട് വരുന്നു. കൃഷി ചെയ്ത് വരുന്നത് ഒരു 2 വർഷം 3 വർഷം ആയിട്ടേ ഉള്ളൂ. കേരളത്തിലെത്തിയിട്ട് ഏകദേശം 2 വർഷമാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചരിത്രം. അപ്പം എന്താണ് ബയോഫ്ലോക്ക് എന്ന് എനിക്ക് മനസ്സിലായി. എല്ലാവർക്കും അറിയാം എന്ന് തോന്നുന്നു എന്താണ് ബയോഫ്ലോക്ക്. അപ്പോൾ കൂടുതൽ അതിനെപ്പറ്റി ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പം നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഡെവലപ്പിങ്സാണ്. ഞാൻ സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതലുള്ള വീഡിയോസ് ആണ് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ലെവലിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിക്കാം. ഇന്ന് വരെ ഉള്ളത് ഞാൻ വീഡിയോസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതാണ്. ഇനി മുതൽ ലൈവായിരിക്കും. അപ്പോൾ ഡേ ബൈ ഡേ എന്താണ് സംഭവിക്കുന്നത് അതുമുതൽ വിളവെടുപ്പ് വരെ ഞാൻ
ഇതിൻ്റെ കണ്ടിന്യൂസ് വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതാണ്. അതായത് സ്റ്റാർട്ടിങ് ഡേ മുതൽ, നിലമൊരുക്കൽ മുതൽ വിളവെടുപ്പ് വരെ. അതാണ് എൻ്റെ ഒരു ഉദ്ദേശം. അപ്പം നിങ്ങളെല്ലാവരും ഞങ്ങളോടൊപ്പം ഉണ്ടാവുമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മൾക്ക് ഒരുമിച്ച് മുന്നേറാം. തീർച്ചയായിട്ടും നിങ്ങളൊപ്പം ഉണ്ടാകുന്ന വിശ്വാസത്തോടുകൂടി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബയോഫ്ലോഗ് തുടങ്ങാൻ ആദ്യം വേണ്ടത് 24 hours ബാക്കപ്പ് വേണം ഇലക്ട്രിസിറ്റിയുടെ. അതിൻ്റെ വീഡിയോ നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നതാണ്. ഇതിൻ്റെ തൊട്ട് അടുത്ത എപ്പിസോഡായിട്ട് ഉണ്ടാവും. ആദ്യം ഞാൻ കമ്പി എവിടെ വളയ്ക്കാൻ പറ്റുമെന്ന് അന്വേഷിച്ച് കണ്ടെത്തിയതാണ്. അത് ലെയ്ത്ത്, ഞങ്ങളുടെ അടുത്തൊരു ലെയ്ത്ത് ഉണ്ടായിരുന്നു. ആ ലെയ്ത്ത് അരിപ്രമ്പ് പടിഞ്ഞാറ് വശം അവിടെ പോകുന്ന വഴിയാണത്. അവിടെ ചെന്ന് സംസാരിച്ചു, ഇതാണ് ലെയ്ത്ത്. അവിടെ ചെന്ന് അവരോട് സംസാരിച്ച് ഞാൻ തിരിച്ച് വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ട് കമ്പി വാങ്ങിക്കാനായിട്ട് ഇവിടെ വരുവാണ്. ഇത് അരിപ്രമ്പ് ഒരു ഷോപ്പാണ്. അപ്പോൾ ഇവിടെ വന്ന് ഒന്നിൻ്റെ പൈപ്പ് മേടിച്ചു, കമ്പിയുള്ള പൈപ്പ്. ഇത് മെഷാണ്. അത് ഈ നേരത്തെ കണ്ട ലെയ്ത്തിൽ കൊണ്ടുപോയി വളച്ചിട്ടിരിക്കുകയാണ്. അത് 8 എണ്ണം ഞാൻ വാങ്ങിച്ചിരുന്നു, പക്ഷെ 4 എണ്ണം മതിയായിരുന്നു. 4 ഡയമീറ്ററിൻ്റെ 4 എണ്ണം മതി. അപ്പോൾ ഇത് അഞ്ചുകുട്ടൻ എന്ന ആളുടെ വീട്ടിലേക്ക്, ആളാണ് എനിക്ക് വെൽഡ് ചെയ്ത് തന്നത്. അപ്പം ആളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവിടുന്ന് ലെയ്ത്തിൽ നിന്ന് വളച്ച കമ്പി ആളുടെ വീട്ടിൽ കൊണ്ടുവന്നു. ഇതാണ് ആൾ അഞ്ചുകുട്ടൻ. ഇത് വെൽഡ് ചെയ്യുകയാണ്. ആളുടെ വീട്ടിൽ വെച്ചിട്ട് തന്നെ വെൽഡ് ചെയ്യുകയാണ്. ഇതിൻ്റെ 2 സെമി സർക്കിൾ ആ കിടക്കുന്നത് കണ്ടോ, അത് ഞാൻ കാണിക്കാം നിങ്ങൾക്ക്. ഇത് വേറെ ആർക്കോ വേണ്ടി ചെയ്തിട്ടിരിക്കുകയാണ്. ഈ സെമി സർക്കിൾ ആയിട്ട് 2 പാർട്ടായിട്ട് മെഷ് വെൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇതാണ് എൻ്റെ സ്ഥലം. ഈ സ്ഥലം ഇങ്ങനെയായിരുന്നു. ക്ലീൻ ചെയ്ത് നമുക്ക് ബയോഫ്ലോക്ക്, നിങ്ങൾ നേരത്തെ വീഡിയോ കണ്ട ആ സ്ഥലമാണ് ഈ സ്ഥലം. വൈഫ് ഷൂട്ട് ചെയ്യാണ്. അപ്പം ഈ സ്ഥലം കിളച്ച് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ ജോലി. ആ കമ്പി മേടിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഇത് ശരിയാക്കിയത്. കാര്യം 2-3 ദിവസം എടുക്കും എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇതിങ്ങനെ ക്ലീൻ ചെയ്തു. അത് കണ്ടോ, അത് കഴിഞ്ഞിട്ട് അവർ കൊണ്ടുവരുവാണ്. സെമി സർക്കിൾ 2 സെമി സർക്കിളായിട്ട് അതിന് മെഷ് വെൽഡ് ചെയ്ത് അവർ വണ്ടിയിൽ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുവാണ്. മറ്റേ പാട്ടുണ്ട്. അപ്പോൾ ഈ 2 പാട്ടും കൂടെ അപ്പുറം ഇപ്പുറം വെൽഡ് ചെയ്തു. അത് അവർ വെൽഡ് ചെയ്തു. അത് മാത്രമേ ഇവിടെ വെച്ച് വെൽഡ് ചെയ്തുള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അവർ പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ ക്ലീൻ ചെയ്യേണ്ടി വന്നു. കാര്യം അപ്പോഴത്തേക്കും തന്നെ കാട് പിടിച്ചു. പിന്നെ ഇപ്പം ഞാൻ മേശരി പണിക്കാരെ വിളിച്ച് അത് ഫൗണ്ടേഷൻ റെഡിയാക്കാൻ പോവാണ്. ഇത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ പ്രൈമർ അടിച്ചായിരുന്നു കേട്ടോ. പ്രൈമർ അടിക്കണം, ഇല്ലെങ്കിൽ തുരുമ്പടിച്ച് പോകും. ഫുള്ള് പ്രൈമർ അടിച്ചായിരുന്നു. ഇതിങ്ങനെയാണ് ഫൗണ്ടേഷൻ ചെയ്യാൻ പോകുന്നത്. ഫൗണ്ടേഷന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ബ്രിക്സ് സോളിഡ് ബ്രിക്സ് എന്ന് പറയും. അതായത് സിമെൻറ്റ് ബ്രിക്സ്. അത് 2ആയിട്ട് മുറിച്ചിട്ടാണ് ഇങ്ങനെ കുത്തിയാണ് വച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം ഇപ്പോൾ വീഡിയോയിൽ കണ്ടോ. ഇങ്ങനെയാണ് ഇത് അറേഞ്ച് ചെയ്തത്. അത് വാട്ടർ ലെവലൊക്കെ നോക്കി റെഡിയാക്കി. പ്രൈമർ അടിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പോൾ ഇരിക്കുന്നത്. ഇത് ചെയ്യുന്നത് കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട്. 4 പാർട്ട് ഇത് ചെറിയ സ്ഥലത്ത് കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ 4 താഴത്തേക്ക് കമ്പി കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരടി താഴ്ചയിലേക്ക് കുറച്ച് ബലം കിട്ടാൻ വേണ്ടിയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇതാണ് ഫിനിഷിങ് സ്റ്റേജ്. തേപ്പ് സിമെൻറ്റ് പ്ലാസ്റ്റർ ചെയ്ത് വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ തേച്ച് വെച്ചിരിക്കുകയാണ്. അകത്തും പുറത്തും. ഇപ്പോൾ കാണുന്ന പുറത്താണ്. ഒരു ചെറിയ ഗ്യാപ്പേ ഉള്ളൂ മറ്റേ പൈപ്പും ഇതുമായിട്ട്. ഇങ്ങനെ ചെയ്യണം. ഇത് സ്ലോപ്പ് കണ്ടോ, ചെറിയ സ്ലോപ്പുണ്ട്. അവിടം വരെ നമ്മുടെ മണ്ണ് ഫില്ല് ചെയ്തേണ്ടി വരും സ്ലോപ്പിന് വേണ്ടി. സെൻട്രൽ അതുപോലെ തന്നെ നിർത്തണം, ഇപ്പോൾ ഉള്ള പോലെ. അപ്പോൾ സെൻട്രൽ താഴ്ച ഉണ്ടാവും. അങ്ങോട്ട് വരുമ്പോഴത്തേക്കും
ഇത് അതിൻ്റെ വേസ്റ്റ് നമ്മൾ തുറന്ന് കളയുന്ന വെള്ളം പോകാനുള്ള ബിന്നുണ്ടാക്കുകയാണ്, വേസ്റ്റ് ബിന്നുണ്ടാക്കുകയാണ്. ഞാൻ സെറ്റിൽമെൻറ്റ് ടാങ്ക് ഇത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. തൽക്കാലം വേസ്റ്റ് ബിന്നിൽ നിർത്തുകയാണ്. ഇത് ഇപ്പം സ്ലോപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ചേച്ചിയുടെ മോനാണ് ആദിത്യൻ, അവനാണ് എന്നെ ഹെൽപ്പ് ചെയ്ത് ഈ സ്ലോപ്പിങ്ങിൽ. അതായപ്പോഴത്തേക്ക് എൻ്റെ കാല് വയ്യാണ്ടായിരുന്നു. അത് കാരണം അവനെക്കൊണ്ടാണ് ഫൈനൽ സ്ലോപ്പിങ് റെഡിയാക്കിയത്. കേട്ടോ, സെൻറ്ററിൽ നിന്ന് മണ്ണ് സൈഡിലേക്ക് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുക. ആ എഡ്ജ് വരെ മണ്ണ് വരണം. അതിന് വേണ്ടിയാണ്. അടുത്ത വീഡിയോ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും സ്ലോപ്പ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയാണ് സ്ലോപ്പ് ചെയ്യേണ്ടത്. സെൻറ്ററിൽ നമുക്കൊരു 20 to 30 സെൻറ്റിമീറ്റർ വരണം താഴ്ച സെൻറ്ററിൽ. എങ്കിലേ നമ്മൾ സ്ലറി അല്ലെങ്കിൽ ചെളി അല്ലെങ്കിൽ വേസ്റ്റ് അവിടെ നിന്ന് അടിഞ്ഞു കൂടുള്ളൂ. ഈ റൊട്ടേഷൻ നമ്മൾ ഏകദേശം വെച്ച് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ സെൻറ്ററിൽ ഇപ്പോൾ ഒരു കുറ്റി കാണുന്നില്ലേ, ആ കുറ്റിയുടെ അവിടേക്ക് വരണം. അതാണ് സ്ലോപ്പ് ഇപ്പോൾ ഞാൻ ശരിയാക്കിയിരിക്കുന്നത്. ഈ സെൻറ്ററിൽ ആ ചരട് വലിച്ച് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് എത്രത്തോളം അകലമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. സെൻറ്ററും ആ കുറ്റിയും തമ്മിൽ ഉണ്ടോ, ഇത്രയും ഏകദേശം 30 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 35 സെൻറ്റിമീറ്റർ ഗ്യാപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സ്ലോപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഏകദേശം 11-12 മിനിറ്റായി. അപ്പോൾ ലെങ്തിയായി ഈ വീഡിയോ. അത് കാരണം നമുക്ക് ഇത് ഇവിടെ നിർത്താം. അടുത്ത വീഡിയോ അടുത്ത പാർട്ടിൽ കാണാം. നന്ദി, നമസ്കാരം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,